എവരിവൺ, ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ ഗാർഡനിലുള്ള ഗസീബോയിലാണ്. അപ്പം ഇതിനെക്കുറിച്ചുള്ള ഇതെങ്ങനെ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ള എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാനിത് 4-5 വർഷമായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ചപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഒത്തിരി ഇങ്ങനെ ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി ഞാൻ ഒത്തിരി യൂട്യൂബിൽ കൂടെയൊക്കെ സെർച്ച് ചെയ്തു. പക്ഷേ അവിടെ എങ്ങും ഒരു ഇൻഫർമേഷൻ കിട്ടിയില്ല. അപ്പം ഞാൻ ഫൈനലി ഇപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ചുള്ള എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് അതെങ്ങനെയാണ് ചെയ്തു എന്നുള്ളത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ബേസിക്കലി ആദ്യം ഞങ്ങളിത് ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ നമുക്കിത് ഫ്ലോറിങ് ചെയ്യുന്ന കാര്യമാണ് ആദ്യം ആലോചിച്ചത്. കാരണം ഈ ഗാർഡൻ്റെ എവിടെ ഇത് വളരണം എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പം ഇത് വീടിനോട് അടുത്ത് നിൽക്കുവാണെങ്കിൽ നമ്മൾ ഒത്തിരി അത് കോൺസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യും. വീട്ടിൽ നിന്ന് ഒത്തിരി അകലെയാണെങ്കിൽ അത് നമ്മൾ അത്ര ഉപയോഗിക്കില്ല. അപ്പം ആദ്യം തന്നെ ഇത് വെക്കാനുള്ള സ്ഥലം നമുക്ക് തീരുമാനിച്ചു. അത് വീടുമായിട്ട്, അതായത് കിച്ചണിൽ നിന്ന് ഇറങ്ങുമ്പം അധികം ദൂരെ അല്ലാത്തൊരു സ്ഥലം ഇവിടെ ഇങ്ങനെയാണ്. പിന്നത്തെ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോറിങ് ചെയ്യണമായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് ഞങ്ങൾ അത് ചെയ്യാൻ ആളെ അന്വേഷിച്ച് കുറച്ചേറെ ഇങ്ങനെ സമയമെടുത്തു. അത് കഴിഞ്ഞിട്ട് ഫ്ലോറിങ് മെറ്റീരിയൽസ്, അപ്പം അത് ആദ്യം നമ്മളത് ഡിസൈഡ് ചെയ്യണം. ഫാമിലി ഡിസ്കഷൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അത് ഷോപ്പിൽ പോയി സാധനം സെലക്ട് ചെയ്തു, അത് വാങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ അത് ഫ്ലോറിങ് ചെയ്യാൻ വേണ്ടി ആളെ അന്വേഷിച്ചു. അപ്പോൾ അതൊരു കുറച്ച് സമയമെടുത്തു. അതിൻ്റെ ഫ്ലോറിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗസീബോ ഈ വുഡൻ ടൈപ്പ് ആയിരുന്നു ഞങ്ങൾക്കിഷ്ടം. അപ്പം അത് ഞങ്ങളിങ്ങനെ ഓൺലൈനിൽ സെയിലിൽ വന്നിട്ട് ഇങ്ങനെ ഓർഡർ ചെയ്തു. അപ്പോൾ അത് ഡെലിവറി ചെയ്യാനായിട്ട് ഓൾമോസ്റ്റ് 2 വീക്സോളം എടുത്തു. അത് കഴിഞ്ഞ് ഗസീബോ കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് ഫിക്സ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരാളെ ഇങ്ങനെ അന്വേഷിച്ചു. ഒത്തിരി ഇങ്ങനെ ഗാർഡൻ ചെയ്യുന്ന ആൾക്കാരോടൊക്കെ സംസാരിച്ചു. ഫൈനലി ഞങ്ങൾക്കൊരാളെ കിട്ടി. അപ്പം അതൊരു 1.5 days എടുത്തു അത് ചെയ്ത് കിട്ടാൻ വേണ്ടി കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞു. പിന്നീട് അപ്പം ഗാർഡൻ ഫർണിച്ചർ വാങ്ങിക്കണമായിരുന്നു. അതിന് കുറച്ച് സമയമെടുത്തു. ഫൈനലി പിന്നെ അത് ഡെക്കറേറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് ഒത്തിരി സമയമെടുത്തു. ഫൈനലി ഇതെല്ലാം ഇങ്ങനെ ഗാർഡൻ ഫർണിച്ചർ വാങ്ങിച്ചു. പിന്നെ ലൈറ്റിംഗ് ഇട്ടു. ഫൈനലി ഇതിൻ്റെ ലുക്ക് ഇങ്ങനെയാണ്. അപ്പം ഞങ്ങളുടെ ഗാർഡൻ തന്നെ മാറി. ഞങ്ങൾ ഒത്തിരി സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. സ്പെഷ്യലി എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോഴും ഫാമിലി വരുമ്പോഴും ഒക്കെ ഞങ്ങളിങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ല ഐഡിയ ആണ്. സ്പെഷ്യലി സമ്മർ ടൈമിൽ നമുക്ക് ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇത് ഗാർഡൻ്റെ ലുക്ക് തന്നെ അത് മാറി. ഞങ്ങൾ അവിടെ ഒത്തിരി ഫ്ലവേഴ്സ്, ഒത്തിരി ഗാർഡൻ പോലെ ചെറുതാക്കിയെല്ലാം ചെയ്തു. ഇപ്പം ഞങ്ങൾ ഒത്തിരി, എനിക്ക് ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ വീട്ടിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഗാർഡൻ നനയ്ക്കാൻ, എവിടെ ഇരിക്കാൻ, ഈവനിങ് ടീ ടൈം സ്പെൻഡ് ചെയ്യാൻ. അപ്പം ഇതിങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഇങ്ങനൊരു ഐഡിയ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ചെയ്തത്.